വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങളെ ഒരു സമരത്തിൽ ഇത്രയും ചാനലുകാരെ കോഴിക്കോട് ജില്ലയിൽ കണ്ടിട്ടില്ല. ഇന്ന് അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആശമാരുടെ ഒരു പരിതസ്ഥിതി, ഒരു പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഈ വിഭാഗത്തിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് CITU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു സമരം നയിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചു കഴിഞ്ഞു. ആശമാരെ സംബന്ധിച്ചിടത്തോളം NHM സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആശമാർ പ്രവർത്തിക്കുന്നത്. ആ NHM സ്കീമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശമാരെ കേന്ദ്ര ഗവൺമെന്റാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും തൊഴിലാളികൾക്ക് നൽകേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകേണ്ടതും. എന്നാൽ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം പോലും നൽകാനോ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനോ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രവുമല്ല, കാലാകാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ഇൻസെന്റീവുകളിൽ മാറ്റം വരുത്തുക, അത് വെട്ടിച്ചുരുക്കുന്ന നിലപാടിലേക്ക് പോവുക. ആശമാർക്ക് അല്പം ആശ്വാസമായിരുന്നു ആശ്വാസ കിരൺ എന്ന് പറഞ്ഞിട്ട്, ആശാ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി, അത് എടുത്തു മാറ്റി. പകരം ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നേ വരെ അത് ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇങ്ങനെ എല്ലാ വിധത്തിലും ആശമാരുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും തൊഴിലാളികളായി അംഗീകരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള വേതനം വെട്ടിച്ചുരുക്കുകയും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വരെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആശമാരെ കൊണ്ട് അമിത ജോലി എടുപ്പിച്ച് സമ്പാദിക്കുകയാണ്, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, കുത്തക മുതലാളിമാരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരായ തൊഴിലാളികളെ വളണ്ടിയർമാരായിട്ട് കാണാനും സാമൂഹ്യ സേവകരായിട്ട് കാണാനുമാണ് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നത്. വേതനം നൽകാതെ സേവനം ചെയ്യിച്ച് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ഉള്ളതുപോലെ തന്നെ ഗവൺമെന്റ് ഭരണത്തിലും ഈ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളികൾക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 1 കോടിയോളം വരുന്ന സ്കീം വർക്കർമാരുണ്ട്. അങ്കണവാടി, ആശ, സ്കൂൾ പാചകം, ദേശീയ സമ്പാദ്യ പദ്ധതി എന്നിങ്ങനെ തുടങ്ങി 1 കോടിയോളം വരുന്ന സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ തയ്യാറല്ല. 45-ാം ലേബർ കോൺഫറൻസ് ശുപാർശയായി CITU മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഏറ്റെടുത്തു. ആ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളത് ഈ സ്കീം വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ്. എന്നാൽ സ്കീം വർക്കർമാരെ സ്ഥിരപ്പെടുത്തുന്നത് പോയിട്ട് അവരെ ഒഴിവാക്കാനുള്ള നിലപാടാണ് കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ആശമാരെ ഒഴിവാക്കി 6 മാസത്തിലൊരിക്കൽ ഒരു വിഭാഗത്തെ കൊണ്ട്, കുടുംബശ്രീയിലെ ആരോഗ്യ വളണ്ടിയർമാരെ കൊണ്ട് സർവേ നടത്തിക്കുകയും അതുപോലെ തന്നെ ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു. സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കി അവർക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ ഒരു ഏജൻസിയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. ആ ഏജൻസിയിലേക്ക് രാവിലെ 10 മണിക്ക് കൃത്യം എത്ര കുട്ടികൾ വന്നു, ഏതേത് സമയത്ത് ഭക്ഷണം വേണം, ഏതേത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആ ഏജൻസി ആ ഭക്ഷണം അവിടെ എത്തിക്കുമെന്നാണ് പറയുന്നത്. അങ്കണവാടിക്കാരോട് പറയുന്നത്, നിങ്ങൾ എല്ലാവരും സേവനം ചെയ്യേണ്ടതില്ല,
4 അങ്കണവാടി ഒന്നാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ ഒരു അങ്കണവാടിയിൽ ഒരു ടീച്ചർ മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നു. ഭക്ഷണം ഈ ഏജൻസി എത്തിക്കുമെന്ന് തീരുമാനിക്കുന്നു. ഈ തൊഴിലാളികളൊക്കെ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നാണ് മോദി ഗവൺമെന്റ് പറയുന്നത്. നേരത്തെ UDF ഗവൺമെന്റും ഇപ്പോൾ മോദി ഗവൺമെന്റും എടുക്കുന്ന ഇതേ നിലപാട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.